ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എൻ്റെ ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ലോങ് വ്ളോഗാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ അടുത്തിട്ട വ്ളോഗിൽ നിന്ന് കുറച്ച് ലെങ്ത് ഉള്ളൊരു ലോങ് വ്ളോഗ് ഇതാണെന്ന്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ നല്ല കോക്ടെയിൽ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഗൈസ്. പിന്നെ എന്നോട് കുറച്ചാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ അറിയില്ല, അറിയുന്നെങ്കിൽ എടുത്താൽ പോലെ. എൻ്റെ ഇങ്ങനെയല്ല നമ്മൾ വ്ളോഗ് എടുക്കാൻ പഠിക്കാൻ. പിന്നെ ഞാൻ ഉണ്ടല്ലോ നല്ല ഹെഡ്ഫോണും ബസ്സിൽ നല്ല വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ട് നല്ല വൈബാക്കിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വെയിലെന്നെ ചതിച്ച് കേസ്. ഞാനവിടെ കരിഞ്ഞ് ഉറങ്ങിപ്പോയി. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിച്ചില്ല സമാധാനത്തിൽ. എന്നാലും ഞാൻ അങ്ങനെയൊക്കെ ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മളിത് എത്തി ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ട് നിൻസനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ലേസും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇവളുടെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കേണ്ടാതെ നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയാലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവളെ വീട്ടിലേക്ക് എത്തി ഗൈസ്. വീട്ടിലല്ല, അവളെ വീട്ടിൻ്റെ വഴിയിലേക്ക് എത്തി. അങ്ങനെ ആ വഴിയിൽ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് അവളെ വീട്ടിൽ സോ ഷെയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തി. ഓൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കട് പറയിലേക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ വരുന്ന തോടുമ്പോൾ നല്ല വെൽക്കം കേക്കൊക്കെ വാങ്ങി, അതുപോലെ തന്നെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കി. അതല്ല കോമഡി ആയിരുന്നു സംഭവം. എനക്കാണെങ്കിൽ നാണവും ചമ്മലെല്ലാം ആയിട്ട് എനിക്കിതാ പണി ഉണ്ടായില്ല, ഫുള്ള് ചിരിക്കലായിരുന്നു. പിന്നെ ഒരു പടക്കം പോലത്തെ സാധനമായിട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്താവാൻ നമുക്ക് അറിയില്ലായിരുന്നു സത്യം പറയല്. പെട്ടെന്നൊരു കത്തൽ കത്തിപ്പോൾ നമ്മളങ്ങ് തെറിച്ച് പോയിന്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറേ കാലം കഴിച്ച് കാണുന്നത് കൊണ്ട് നമ്മൾ കുറേ സംസാരിച്ചിരുന്നു. ഒരു 12 മണിയൊക്കെ ആയിരുന്നു നമുക്ക് KFC കഴിക്കാൻ വേണ്ടി ഭയങ്കര ക്രേവിങ്സ്. അവളുടെ ഉമ്മയുടെ ബിരിയാണിക്ക് ഉണ്ടാക്കി വെച്ചെങ്കിലും നമ്മളെന്താക്കി, നമ്മളുടെ ക്രേവിങ്സ് കാരണം KFC ഓർഡർ ആക്കി നല്ല ഡ്രാമ ഒക്കെ കണ്ട് തിന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇവിടെ പോകുന്നു, നിലമ്പൂരിലെ കഞ്ഞോളിത്തോട്ട് എന്ന സ്ഥലത്തേക്ക്. നമുക്ക് പോയി തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ്. ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഒരുമാതിരി പോലെ ഉണ്ടോ ഗൈസ്? അമൗണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കുറേ ആൾ പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടി അരിക്കലും മരക്കില്ല തിരക്കില്ല. ഇതാണ് ഗൈസ് എഞ്ചിന് സുലു എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. യെസ്, സുലു എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവൾക്ക് മാത്രമേ ചെറുക്കിയത് അല്ല, അരികോടിൽ ഞങ്ങൾ തുടങ്ങിയതാണ് പനോളീസ് എന്നുള്ള ഗ്രൂപ്പ്. ഗ്ലാസ് വാങ്ങിച്ചു ഗൈസ്. ഇങ്ങനെയുണ്ട് കമന്റ്. പിന്നെന്തല്ലോ അത് ഈ കാണുന്ന സാധനം എന്താണ്, ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്താണെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് നല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല മാങ്ങിയും ഇവള് നല്ല മൊത്തം മാങ്ങ ഉണ്ടാവില്ല, ചെറുമ്പത മാങ്ങിയും അതിന് ഇവള് നല്ല പേരക്കൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി, നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ മാറി നമ്മളിനി അടുത്തൊക്കെ പോകണം. കക്കാടം പോയ നമ്മളിപ്പോൾ ഫുഡൊക്കെ വന്നിട്ടാണുള്ളത്. അപ്പം നമ്മളിങ്ങനെ മന്തി കഴിക്കാൻ തന്നെ വന്നു. അങ്ങനെ മന്തിക്ക് വേണ്ടി വെയിറ്റ് ആക്കുന്ന ടൈമിൽ നമ്മൾ മേടിച്ച് ലുഡോ കളിക്കാന്ന്. അങ്ങനെ നമ്മൾ 3 ആളും ഇതാ. അപ്പം ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് നിഞ്ച പറയുന്നതിനു ഞാൻ ജയിക്കും നോക്കും. നേരെ കളിച്ച എല്ലാ കളിയിലും ഓളതിനു ലാസ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡ് എത്തി. അങ്ങനെ നമ്മൾ നല്ല മന്തിയൊക്കെ കഴിച്ച് നമ്മൾ മേടിച്ച് ഫുഡ് കഴിച്ചിട്ട് കളിക്കാന്ന്. അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ട് പിന്നെയും കളിക്കാൻ തുടങ്ങി. നമ്മൾ കക്കാടംപൊയിലെത്തി. എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്നാണ് ഇനി പോകാൻ പോകുന്നത്. ഒറിജിനൽ ഗായ്സ് എടുത്തോക്കെ നല്ലുണ്ട് ഗായ്സ്. അപ്പൊ കുളിക്കാൻ നമ്മൾ കുഴപ്പമില്ല. ഇതാണ് പോയ കൊടുവള്ളി ഫിറ്റർ തോറ്റു പോകും. ഒരു മിനിറ്റ് ഒന്നും കൂടി. സ്റ്റൈലിനെ ഫാഷനെ തോപ്പിക്കാന് ഇവള് കഴിച്ച ഒരാളുള്ളൂ അല്ലേ? അപ്പൊ ഇനി പുതിയ ഫിറ്റ് നോക്കി വെച്ചോളി. ഞാൻ ഷെയ്ഖന്റെ ഫാൻ.
രണ്ടാള് ഇപ്പൊ നമ്മള് മതില് ചാടാൻ പോകുന്നത് ഗൈസ്. ചാട് ഈ ചാടിങ്ങള് ചാടിക്ക്. ഞാൻ ചാടണ്ടേ ഫസ്റ്റ്? ഷോക്ക് അടിക്കോ? അപ്പൊ നല്ല കടലും മലയൊക്കെ താണ്ടിയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിത് നല്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള വയലൊക്കെ കൂടി പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലി എത്തി ഗൈസ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണെന്ന് തോന്നുന്നു, കാരണം ആരും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മാത്രമായിരിക്കും വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ മുമ്പ് ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നത്. അങ്ങനെ ഞാൻ ഷൂ ഒരു സൈഡിൽ വെച്ച്. സോ ഗൈസ് ഞങ്ങളെ പിക്ചറാണ്. ട്രെൻഡിങ് ആണ് ഗൈസ്. ഇപ്പൊ നമ്മള് കുളിച്ചു ചാടാം. ഇതാണ് ഗൈസ് നമ്മൾ കുളിച്ചായിട്ടുള്ള നമുക്ക് മാറ്റിയിട്ട് കാണാം. ശരി, വീഡിയോ ഇപ്പൊ എടുത്താക്കുമ്പോഴാണ് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ പറഞ്ഞോണ്ട് ചിരിക്കണം, എന്തൊക്കെയോ പറഞ്ഞോണ്ട് വെറുതെ അങ്ങ് ചിരിക്കാണ്. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് എന്താ അവിടെ വെക്കിയേ? അറിയില്ലേട്ടോ. അങ്ങനെ നമ്മൾ കുളിച്ചലേം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഒരു ഷോപ്പ് കാണുന്നത്. അവിടെയാണ് ഒട്ടുക്കത്തെ തിരക്ക്. പിന്നെ 10 റുപ്യൊക്കെ ആയിട്ട് എന്തോ ഓഫറും കണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അറ്റ്ലസിലാണ്. ഹണി റോസ് ഇനോഗ്രേഷൻ്റെ ഏതാ അറ്റ്ലസ് ഗൈസ്. തിരക്ക് നോക്ക്. ഓ മൈ ഗോഡ്, എന്ത് തിരക്കാലേ. തിരിയാൻ പോലും സ്ഥലമില്ല. 19 റുപ്യക്ക് ആ പാത്രം കൊടുക്കണ്ടെന്ന്. അതുകൊണ്ട് എല്ലാരും ഡ്രസ് എടുക്കാൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇവർ ആരും മാറ്റിയില്ല. എനിക്ക് നല്ല ചൂടെടുക്കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറിയിട്ടാണ് നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ഗൈസ്, കൊറേ ആളുണ്ട്. ശരിക്കും പറയൂ, എങ്ങനെയുണ്ട് നിലമ്പൂർ എക്സ്പീരിയൻസ്? കണ്ണൂർ വേഴ്സസ് നിലമ്പൂർ. കിണ്ടി അടിപൊളിയാണ്. ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട് പറഞ്ഞതാണ്. ഷെയ്ക്കൊക്കെ ഒരു ചലഞ്ച് കൊടുക്കാണ്. സംഭവം എന്താ പറഞ്ഞതാ, ഷെയ്ഖാനോട് VR കയറാൻ പറഞ്ഞപ്പോ ഓള് പറഞ്ഞു ഇവള് കേറാണെങ്കിൽ ഇവളെന്തായാലും VR കേറുന്നത്. സോ നമുക്ക് ഓള് കേറില്ലേ കാണാം, നോക്കാം. ഓള് സംഭവം നല്ലോണം മെയിനാവുന്നുണ്ട്, നമുക്ക് നോക്കാം. നോക്കാം ഗായ്സ്. നമുക്ക് 60 ഡിഗ്രിയാണ് ഗായ്സ്. വട്ടം കറങ്ങി. ഗൈസ് അതിന്റെ ഇടയിൽ കൂടെ നമ്മള് ഷെയ്ക്കുന്നത്. വീട്ടിലുണ്ടാവൂലേ? ആ ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെ. സോ ഗൈസ് ഷെയ്ക്കാസ് ഫാൻ നമ്പർ. സോ ഗൈസ് നമ്മളുടെ ഷെയ്ഖിന്റെ ഫാൻസ് ആണ് അത് പോയത്. ഇതാണ് ഒരു വികാരം. ഒരു വികാരം തിരിച്ചു കിട്ടുമോ? അന്നോട് പറയണേ കുത്തണട്ടോ. അപ്പൊ അറിയില്ലേ എന്താ പേര് വെച്ചു? ഷെയ്ക്കേ അടിച്ചോക്കട്ടെ പറഞ്ഞു. അതാ ഡിസ്ട്രോയ്. ഗായ്സ് നമ്മളെ ബേബി കുട്ടി ഷെയ്ക്കന്റെ ഫോളോവേഴ്സ് പേരെന്താ അറിയില്ല പറഞ്ഞു. അപ്പോൾ അവർക്ക് അടിച്ചു കൊടുത്തു. ഇൻസ്റ്റാഗ്രാമില്ല, യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. ഇതാ ഹായ് പറയൂ.
എന്താ 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 ഷെയ്ക്ക പേടിച്ചിട്ടുണ്ടോ ഷെയ്ക്ക? അതാ ഷെയ്ക്കാനെ ഡിസ്ട്രോയ് ആക്കട്. യൂട്യൂബ് അടിച്ചപ്പോൾ ഇതൊക്കെയാണ് മേക്കപ്പ് പറഞ്ഞ എന്നെ കേടെടുത്തി. അത് ലൈക്ക് അതിൽ വേറെ പോലെ ഇതിൽ വേറെ പോലെ ഒന്ന്. എന്ത് പേടിയുണ്ടോ? ഇല്ല. എന്താ കൊത്തുപൊട്ടിക്ക് ഒന്നും കേൾക്കില്ല അങ്ങനെ. ഞാൻ ചെയ്യില്ല കേട്ടോ. ജയിച്ചു. ചലഞ്ച് അക്സെപ്റ്റ് ആക്കി ചെയ്യിച്ചു. നെക്സ്റ്റ് നമ്മൾ റോളർ കോസ്റ്റർ ചെയ്യാൻ പോവാം. കുറച്ച് കാണില്ല. ഒരു റാംബോ കറക്ക് നിഞ്ച. നമുക്ക് സ്ക്രീൻ വാങ്ങി തന്നെ താങ്ക് യു. വെൽക്കം. ഹായ് പറയൂ. ഹായ് ആര്? നിൻസന്റെ കളി കണ്ടിട്ട് കൊറേ ആള് നോക്കാൻ വേണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഞാൻ കഴിഞ്ഞ വിചാരിച്ച കണ്ണ് തുറന്നപ്പോൾ സാധനം ഞാൻ മുമ്പ് കിടന്നു. അപ്പൊ ശ്രദ്ധയായിട്ട് മേടിച്ചല്ല മേടിച്ചു. അതുപോലെ ബെഡ്റൂമും ബാത്റൂമും എല്ലാം എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇത് ഈ സ്പെക്ക് ഈ ഒരു ടെക്നോളജി നമ്മള് അരീക്കോട് അങ്കിടിസ്കുപ്പിടിയിലല്ലേ? സുല്ലംസലാമിന്റെ അണ്ടറിലാണോ? അല്ല, അരീക്കോട് അങ്കിടിസ്കുപ്പിടിയിലാണ് ഇത് ഈ കോളേജ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് സമ്മുട്ടിക്കമന്തി പാലത്തിന്റെ അപ്പുറത്ത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇനിയിപ്പോ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് സ്പെക്കുള്ള സാധനമാണ്. നമ്മൾ മൊബൈലൊക്കെ ഔട്ടാവും. അതിന് പകരം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിലാവും. ഇപ്പൊ തന്നെ ഓപ്പറേഷൻ, അതുപോലെ നമ്മുടെ സ്പേസിന്റെ ഓരോ ട്രെയിനിങ് ഒക്കെ അല്ലേ, അതൊക്കെ തിരിച്ചായിരിക്കും. കാലം മാറാണ്. അതാണ് ഞാൻ പൊട്ടിച്ച് പറഞ്ഞത്. അത് നമുക്ക് ഈ റോളിൽ അത് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ശരി, അത് ഇതിന് മാത്രമേ പറ്റാ. എന്താണോ എനിക്കൊരു ബ്രൗണി. എനിക്കോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ഓട്ടോ കിട്ടിയല്ലേ. എന്താ പറ്റിനി? തല കറങ്ങി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ആക്ച്വലി ഒരു ലോങ് ഡേ ആയിരുന്നു. നല്ല രസമുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിനെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.